നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിന് പിന്നാലെ നടൻ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? ആരാണ് ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിച്ചത്? തികച്ചും സ്വാഭാവികമായ ഒരു സന്ദർശനത്തെ ഇത്രയ്ക്ക് വിവാദമാക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? നടൻ മമ്മൂട്ടി നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം തന്നെ ഖേദപ്രകടനം നടത്തി വിഷയം അവിടം കൊണ്ട് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇത്തരം ഒരു വിവാദമാക്കിയതും സൈബർ ചേട്ടന്മാരാണ്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കാം. ടൗൺഷിപ്പ് സന്ദർശനത്തിന് എത്തിയ മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് നിങ്ങൾ എപ്പോഴും എന്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യമാണ് ഇടത് സൈബർ ഹാൻഡിലുകളെ ചൊടിപ്പിച്ചത്. പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മുകളിലല്ല മഹാനടനെന്നും സിനിമയിൽ മാത്രമാണ് മമ്മൂട്ടി ഹീറോ എന്നും ജില്ലാ സെക്രട്ടറി അതിലും മുകളിലാണ് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇത് ജനങ്ങളുടേതാണ്, നമ്മുടെ ജനങ്ങളുടെ മനസ്സാണിത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്നും പിരിച്ച കാശാണ് സർക്കാർ കൊടുക്കുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു. മറ്റുള്ളവരോട് അനുതാപവും സഹതാപവും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എന്നാണ് മമ്മൂട്ടി സന്ദർശന വേളയിൽ പറഞ്ഞു വെച്ചത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു നാട്ടിലെ ജനങ്ങൾ നിരാശ്രയരായവർക്ക് വേണ്ടി സംഭാവന ചെയ്തത് ഇത് മൂന്നും നേടിക്കൊടുക്കുന്നത് അപൂർവമാണ്. ഇത് നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ജനങ്ങളിൽ നിന്നും പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മൾ കൊടുത്തതാണ്, കേരളത്തിന്റെ സമൂഹ മൂലധനമാണ് ഈ കാണുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റുള്ളവരോട് അനുതാപവും സഹതാപവും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ എന്താണ് തെറ്റ്? മമ്മൂട്ടിയുടെ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച തുടരുകയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെയാണ് സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചത്. അതേസമയം കെ റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ വിളിച്ചു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനം കഴിഞ്ഞ് കാറിൽ കയറിയപ്പോഴാണ് വിളിച്ചിരുന്നത്. ആരെയും അറിയിക്കാതെ ടൗൺഷിപ്പിൽ എത്താനായിരുന്നു മമ്മൂട്ടി ആഗ്രഹിച്ചതെന്ന വിവരവും പുറത്തുവന്നു. അതേസമയം സൈബർ ആക്രമണത്തിൽ നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ആവശ്യപ്പെട്ടത്. മമ്മൂട്ടിയെ ആരും വയനാട് ടൗൺഷിപ്പ് കാണാൻ ക്ഷണിച്ചതല്ല, സ്വമേധയാ തോന്നി വന്നതാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയത് കൊണ്ടാണ് പൊതുപ്രവർത്തകന് ശകാരമേൽക്കേണ്ടി വന്നത്. സൈബർ ആക്രമണം അവസാനിപ്പിക്കാൻ CPM നേതൃത്വം നിർദ്ദേശം നൽകണമെന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദീപ്തി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. PR-ന് വേണ്ടി സർക്കാരിന്റെ പലതും ചെയ്യുന്നതിൽ എതിർപ്പുണ്ട് എന്നും എങ്കിലും പോലും ഒരു സ്വകാര്യ സന്ദർശനത്തിൽ തന്റെ കൂടെ നടന്നത് രാഷ്ട്രീയമായി അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ച CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ മമ്മൂക്ക പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർഗി ഫേസ്ബുക്കിൽ കുറിച്ചത്. അയാളുടെ വ്യക്തിപരമായ രാഷ്ട്രീയം പച്ചയ്ക്ക് പറഞ്ഞു. വയനാട്ടിലെ പണം ജനങ്ങളുടേതാണ് എന്ന് പറഞ്ഞു. CPM നരേറ്റീവിന് ഒപ്പം നിൽക്കാത്തതിന്റെ പേരിൽ സൈബർ ആക്രമണം നടത്തി അങ്ങ് തീർക്കാമെന്ന് വെച്ചാൽ അങ്ങ് മാറി നിൽക്ക് എന്ന് തന്നെ അവരോട് പറയേണ്ടി വരും എന്നാണ് അബിൻ വർക്കി പറഞ്ഞു വെച്ചത്. CPM ജില്ലാ സെക്രട്ടറിയോട് അതൃപ്തി പ്രകടിപ്പിച്ച സംഭവത്തിൽ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. എന്നാൽ മമ്മൂട്ടിയുടെ തികച്ചും വ്യക്തിപരമായ സന്ദർശനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതിനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്.